നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് DJI OSMO പോക്കറ്റ് ക്യാമറയുമായിട്ടാണ്. സിമ്പിളായിട്ട് ഒരു മൊബൈലിൻ്റെ അത്ര പോലും സൈസ് ഇല്ലാത്ത ഏറ്റവും ഫ്രണ്ട്ലി യൂസ് ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയ ഒരു ക്യാമറയാണ് DJI OSMO പോക്കറ്റ് ക്യാമറ. അപ്പോൾ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയെന്ന് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് DJI OSMO പോക്കറ്റ് ക്യാമറയെക്കുറിച്ചാണ്. നല്ല ഷോട്ടുകൾ എടുക്കണമെന്ന് ആഗ്രഹിച്ച് മേടിച്ച ഈ ഒരു ക്യാമറ കണ്ടാൽ തന്നെ നമുക്ക് കൗതുകമുളവാക്കുന്ന ഒരു തരം ഷേപ്പാണ് ഈ പോക്കറ്റ് ക്യാമറയ്ക്ക്. പേര് പോലെ തന്നെയാണ് നമ്മുടെ പോക്കറ്റിൽ സദാസമയം കൊണ്ടു നടക്കാൻ ഉതകുന്ന ഒരു 4K റെസൊല്യൂഷനുള്ള ഒരു കൊച്ചു ക്യാമറ. ആള് വളരെ ചെറുതാണെങ്കിലും മൊത്തത്തിൽ ഫങ്ഷൻ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ഇതിൻ്റെ ഈ ഡിസൈൻ മാത്രമാണ് എന്നെ വല്ലാതെ ആകർഷിച്ചത്. പിന്നെ ഇതിൻ്റെ പ്രവർത്തന മികവും തന്നെ. മെയിനായിട്ട് നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ പകർത്താൻ വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണിത്. DJI OSMO പോക്കറ്റ് ക്യാമറ. കയ്യിൽ ക്യാമറ ഉണ്ടെന്ന് പോലും മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അത്ര സിമ്പിൾ ഡിസൈനാണ് ഇതിന്. ഈ ഒരു ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത, ഇത് വെറും ക്യാമറ മാത്രമല്ല, ഒരു സ്റ്റെബിലൈസർ കൂടിയാണ്. ഇന്ന് നാം വലിയ ഗിംബറുകളൊക്കെയാണ് ഈ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഷെയ്ക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓടിപ്പോയാൽ പോലും ഈ ക്യാമറ ഇട്ട് ഓടിപ്പോയാൽ പോലും സ്റ്റെബിലൈസ് ചെയ്യുക വളരെ ഈസിയാണ്. DJI എന്ന കമ്പനി ഡ്രോൺ ക്യാമറയും സ്റ്റെബിലൈസറും എല്ലാം ഇറക്കുന്ന ഒരു വലിയ കമ്പനിയാണ്. അവരുടെ ഒരു പുതിയ പ്രൊജക്റ്റാണ് ഈ DJI OSMO പോക്കറ്റ്. ക്യാമറയുടെ പുറകുവശത്ത് ചെറിയൊരു സ്ക്രീൻ ഉണ്ട്. 2 ബട്ടണിൽ റെക്കോർഡ് റെഡ് കളറുള്ളത് അല്ലാത്ത വേറെ ഒരു ബട്ടൺ. ഈ വേറെ ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ ഇത് ഓൺ ആകും. പിന്നെ ക്യാമറ ആംഗിൾ മാറ്റാനും നമുക്ക് സാധിക്കും. നമുക്ക് മാനുവൽ വേണമെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ആംഗിൾ എല്ലാം മാറ്റാം. ഫേസ് ഓട്ടോമാറ്റിക് ഡിറ്റക്ഷനാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിൻ്റെ. നമ്മൾ ചലിക്കുന്നതിനനുസരിച്ച് ക്യാമറ മൂവ് ചെയ്യും, ഒരു ഷെയ്ക്കും ഇല്ലാതെ. രണ്ടാമത്തെ ബട്ടൺ 3 പ്രാവശ്യം പ്രസ് ചെയ്താൽ സെൽഫി മോഡിലോട്ടാവും. വീണ്ടും 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലാവും. അൺബോക്സ് ചെയ്ത് വെച്ച ക്യാമറയാണ്. നമുക്ക് എന്തൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതാണ് കണക്ടർ. 2 തരം കണക്ടർ ഉണ്ട്. ഒന്ന് iPhone 8 കണക്ട് ചെയ്യാനും, രണ്ടാമത്തേത് C ടൈപ്പ് ആൻഡ്രോയിഡ് ഫോണുമായിട്ട് കണക്ട് ചെയ്യാനും. നമ്മൾ എടുക്കുന്ന വീഡിയോ അപ്പോൾ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ iPhone 8 കണക്ട് ചെയ്തിട്ട് മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഈ ട്രാക്കിലൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഒരു ടിക്ക് എന്ന ശബ്ദം കേൾക്കാം. അതിനർത്ഥം അത് കറക്റ്റ് ഫിക്സ് ആയെന്നാണ്. എന്നിട്ട് നമുക്ക് നേരെ ആൻഡ്രോയിഡ് മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് എടുത്ത വീഡിയോസ് വളരെ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ എന്നെ നന്നായിട്ട് ആകർഷിച്ചത് ഇതിൻ്റെ ഒരു പൗച്ചാണ്. നമ്മുടെ പോക്കറ്റിൽ ഇട്ട് നടക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പൗച്ചാണ്. ഈ പൗച്ചിനകത്ത് നമുക്കിത് ഇട്ട് കൊണ്ട് നടക്കാം. പൗച്ച് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ചാർജും ചെയ്യാൻ കഴിയും. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പൗച്ചാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത. ക്യാമറ ക്യാരി ചെയ്യാൻ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പൗച്ച് തന്നെയാണിത്. ഈസി ആയിട്ട് നമുക്ക് പോക്കറ്റിൽ വെച്ച് ക്യാമറ കൊണ്ട് നടക്കാം. ഇനി നമുക്ക് ക്യാമറയിൽ പകർത്തിയ വ്യത്യസ്ത വ്യൂസ് നമുക്ക് നോക്കാം. നൈറ്റ് വ്യൂസും ഡേ വ്യൂസും പ്രത്യേകം തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്ലാരിറ്റി എല്ലാം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. രാവിലെ വെളിച്ചമാവുന്നതിന് മുമ്പ് എടുത്ത ദൃശ്യങ്ങളാണ്. എങ്കിലും എൻ്റെ വാഹനത്തിൻ്റെ ഗ്ലാസിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ ഞാൻ ഈ ദൃശ്യങ്ങൾ എടുക്കുന്നത്. എങ്കിലും ഇതിൻ്റെ ഈ ഒരു ക്ലാരിറ്റി, പ്രത്യേകിച്ച് നൈറ്റിലെ ക്ലാരിറ്റി പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു ക്യാമറ തന്നെയാണിത്. നോക്കൂ, ഈ ഗ്ലാസിൻ്റെ ഇടയിലൂടെയും ഇത്ര
ഭംഗിയായിട്ട് യാതൊരു ലൈറ്റപ്പിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ദൃശ്യങ്ങൾ നല്ല രീതിയിൽ പകർത്താൻ പറ്റുന്നുണ്ട്. കൂട്ടുകാരെ, ഈ റിവ്യൂവിൽ എല്ലാം ഉൾപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന അത്രയും പറ്റിയ വ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ തീരുമാനിക്കൂ ഈ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ. എനിവേ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.